പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് രാജൻ. ഇതെൻ്റെ ഭാര്യ അജിത, മകൾ ജ്യോതിക. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് നിന്ന് വരുന്നു. 9 പ്രാവശ്യം പുതുക്കി. ഈ ഇടവേളയിൽ ഞങ്ങൾക്ക് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അതിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം 10 വർഷമായിട്ട് വിൽപ്പന നടക്കാതിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയതിലാണ്. എൻ്റെ ഭാര്യയുടെ വീതത്തിൽ ഇടുക്കി ജില്ലയിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് പൊൻകുന്നത്തുമാണ്, കോട്ടയം ജില്ലയിലാണ്. ആ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് 10 വർഷമായിട്ടും വിൽപ്പന നടക്കുന്നില്ല. അവിടുത്തെ സമീപവാസികൾക്ക് ആ സ്ഥലം വേണം, പക്ഷെങ്കിൽ അവർക്ക് വേണ്ടുന്ന വില തരാൻ സാധിക്കുകയില്ല. ആ കാരണത്താൽ അത് വിൽപ്പന നടക്കാതെ 10 വർഷം ഇങ്ങനെ കിടന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. സ്ഥലത്തിൻ്റെ ആധാരം ഇവിടെ കൊണ്ടുവന്ന് ജോസഫിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങി. അച്ഛൻ അമ്മയുടെ കാശുരൂപം തന്ന് അത് ആ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചു. പരിശുദ്ധ ഉപ്പ് തളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മാസം ആദ്യവാരം കുറച്ച് സ്ഥലം വിറ്റു. അതിനുശേഷം ബാക്കി സ്ഥലം ഈ മാസം ആദ്യവാരം വിൽപ്പന നടന്നു. അത് അടുത്ത മാസം ഈ ആഴ്ച തന്നെ അടുത്ത ആഴ്ച എഴുതുകയാണ്. ഈ കാര്യം സാധിച്ചത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി വീണ്ടും പറയുന്നു. അടുത്ത സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ്. ഞാൻ 40 വർഷമായിട്ട് മദ്യപിക്കുന്നയാളാണ്. ഞാനൊരു എക്സർവീസ്മാനാണ്. എനിക്ക് മദ്യം കിട്ടാനുള്ള സോഴ്സ് ഉണ്ട്. അത് കാരണം ഞാൻ ശരിക്കും അങ്ങ് മദ്യപിച്ചു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഒരുക്കത്തിനായി 2 ദിവസത്തേന് മദ്യപാനം ഉപേക്ഷിച്ചിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ ആ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി പോലും മദ്യപിക്കാതെ എന്നെ അമ്മയും തിരുക്കുമാരനും മുന്നോട്ട് നയിക്കുന്നു. മദ്യപിക്കാതിരുന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. എനിക്കിപ്പോൾ ഒരു തുള്ളി പോലും മദ്യപിക്കണമെന്നൊരു ആഗ്രഹമേ ഇല്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് 1 മാസം വരെയൊക്കെ നീണ്ടുപോകുള്ളായിരുന്നു. ആ സമയത്ത് മാനസികമായിട്ട് വളരെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു അനുഭൂതിയാണ് എനിക്കുള്ളത്. അതേപ്പറ്റി ഒരു ചിന്തയിൽ ഞാൻ 1 വർഷം കഴിഞ്ഞാണ് അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ കയറി വരുന്നത്, മദ്യപിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നേ ഇല്ല. അത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. കോടാനുകോടി നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത സാക്ഷ്യം പറയാനുള്ള എൻ്റെ ഭാര്യ. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അജിത. എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് പറയാനുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ നട്ടലിന് പ്രശ്നമായിരുന്നു. ഡിസ്ക് തെന്നിയിട്ട് എനിക്ക് ബസ്സിൽ കയറിയൊന്നും കുറച്ച് സമയം ഇരിക്കാനോ യാത്ര ചെയ്യാനോ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ വീട്ടുപണി എടുക്കുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്ത ആദ്യത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞ് അതിന് ശേഷം എനിക്ക് ഇന്നു വരെ ആ നട്ടിൽ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ കൈ മൊത്തം ചൊറിഞ്ഞ് അങ്ങനെ റെഡ് കളറിൽ കിടക്കുകയായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ സ്ഥലം വിൽപ്പനയായിട്ട് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കുകയും ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുകയും എൻ്റെ ഒരു നിമിഷം നിൽക്കുക എൻ്റെ കയ്യിൽ, എന്നിട്ട് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവഴി എൻ്റെ കയ്യിൽ ആ പാടൊക്കെ പോയെന്ന് പോലും അറിയത്തില്ല. ചൊറിച്ചിലും പൂർണ്ണമായി സുഖപ്പെട്ടു. പിന്നെ എനിക്ക് പറയാനുള്ള, ഒരു ദിവസം അടുക്കളയിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ തിളച്ച എണ്ണ കയ്യിൽ വീണു. കുറേ ഭാഗം പൊള്ളിയിട്ട് പൊങ്ങിയൊന്നുമില്ല. അതിന് മുമ്പേ ഞാൻ ഓടിച്ചെന്ന് തൈലം എടുത്ത് പൂശി. അതോടുകൂടി ഒരു പാട് പോലുമില്ലാതെ അത് സുഖപ്പെട്ടു. അത്രയും രോഗസൗഖ്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജ്യോതിക. ഞാൻ ഡിസംബർ 14, 2023 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഞാൻ പഠിത്തത്തിന് ഭയങ്കര പുറകോട്ടായിരുന്നു. മോഡൽ എക്സാം എല്ലാം സ്കൂളിൽ ഇടുമ്പോൾ ഞാൻ ഫെയിൽ ആവുക മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ ബോർഡ് എക്സാം വന്നു. ഞാൻ ബോർഡ് എക്സാമിന് പോകുമ്പോഴത്തേന് നേർത്തവസ്ഥമായ തൈലവും തേച്ച് ഉപ്പുമായിട്ടാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം തന്നെ വിശ്വാസപ്രമാണവും നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വർഗസ്നായം ചൊല്ലിയിട്ട് മാത്രമേ ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും വായിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഉപ്പ് ഇടുകയും ആൻസർ ഷീറ്റ് ഉപ്പിടുകയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതുകയും കൃപാസന അമ്മ എന്ന് എഴുതിയിട്ട് അമ്മയ്ക്ക്
ഇത് ഏൽപ്പിക്കുകയാണ്, അമ്മയാണ് എൻ്റെ പേപ്പർ നോക്കുക എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. പരീക്ഷ നല്ല പാടായിരുന്നു. എക്സാമിന് ഞാൻ ജയിക്കുമെന്ന് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും ചിന്തിച്ചതല്ല. തോക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെയൊക്കെ റിസൾട്ട് വന്നു. ഞാൻ CBSEയിലാണ് പഠിച്ചത്. തോക്കും എന്ന് വിചാരിച്ച എനിക്ക് 0% മെറിറ്റുള്ള എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒറ്റ ഇതിൽ 75% മാർക്കോടെ കൂടെ ഞാൻ പാസ്സായി. പിന്നീടുള്ള അഡ്മിഷനാണെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് പോലെ തന്നെ എനിക്ക് വന്നു തുടങ്ങി കോളേജിൻ്റെ അഡ്മിഷന്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് കോളേജ് കിട്ടുകയും ചെയ്തു. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ BCA സ്റ്റുഡൻ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിനാണെങ്കിലും സെമ്മാസാമിനാണെങ്കിലും ഒരു കുഴപ്പമില്ല. എപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാ എക്സാമിനും തോക്കും എന്ന് എപ്പോഴും കഴിയുന്ന എല്ലാ എക്സാമിനും അമ്മ എന്നെ പാസ്സാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് 10-12 വർഷമായിട്ട് ടോൺസിലുണ്ട്. എനിക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു വസ്തു എനിക്ക് കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്ക് ടോൺസിൽ പിടിക്കും. ചോറുണ്ണാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരുപാട് ആയുർവേദമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാളത്തേന് പോവും, പിന്നെ അത് തിരിച്ചു വരും. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ചത് തൈലം പറ്റി ഉപ്പും തേച്ച് എൻ്റെ തൊണ്ടയെ പറ്റി പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് ടോൺസിലൈറ്റീസ് ഉണ്ടായിട്ടേ ഇല്ല. ഈ ചെറുതും വലുതുമായ 1000 അനുഗ്രഹങ്ങൾക്ക് അമ്മയോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ലോണ് BCAക്ക് ലോണ് പഠിക്കാൻ വേണ്ടി ലോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആദ്യം അപ്ലൈ ചെയ്തു, റിജക്റ്റായി. 1 വർഷത്തേന് കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ 3 ദിവസത്തിനുള്ളിൽ എനിക്കത് ലോൺ പാസ്സാക്കുകയും ഫുൾ തുക ഒരുമിച്ചടയ്ക്കാൻ പറ്റുകയും ചെയ്തു. എല്ലാത്തിനും അമ്മമാരനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എനിക്കിവിടെ ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്ന ടൈമിൽ ആദ്യം എനിക്ക് അറിയത്തില്ലെങ്കിൽ 18 വയസ്സായാലേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അവർ ചോദിച്ചു, എനിക്ക് 18 വയസ്സ്. കറക്റ്റ് അന്ന് എനിക്ക് 18 വയസ്സ് തികയായിരുന്നു. ഡിസംബർ 14 എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഞാൻ അത് കരുതുന്നത്. ഈ സന്നിധി എൻ്റെ ബർത്ത്ഡേ അന്ന് വരാൻ കഴിഞ്ഞത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ പ്രിയക്ഷരമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും, എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യും. സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കിട്ടിയപ്പോൾ തന്നെ കഴിഞ്ഞ മാസം വന്ന് 100 കെട്ട് പത്രം വാങ്ങി എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്തിരുന്നു. 2 നേരവും പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും അറ്റൻഡ് ചെയ്യും. സമയത്ത് തന്നെ, കറക്റ്റ് സമയത്ത് തന്നെ 5:30 തന്നെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കും, പിന്നെ ജപമാല ചൊല്ലും. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞങ്ങൾ കുർബാന കൂടാറുണ്ട്. കുർബാന സ്വീകരിക്കാറില്ല. ഞങ്ങളൊക്കെ രജിസ്റ്ററാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് സ്വീകരിക്കാറില്ല. പക്ഷേ പള്ളിയിൽ പോയി കുർബാന കൂടാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയി രോഗികളെ കാണും, അവരെ ആശ്വസിപ്പിക്കും, അവർക്കുടെ രോഗശാന്തിക്കായി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് ഭിക്ഷയാചിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പാലായിൽ മര്യാദസാധനം എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ കിടപ്പ് രോഗികളും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. അവിടെ പോയി അവരെ കിടപ്പ് രോഗികളെ കുളിപ്പിക്കുകയും അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യും. ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിക്കും. മത്തായി ശ്ലീഹയുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ ശീലോഹ കുളമാകും. ഇവിടെ എങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂടാരമായിട്ട് കൃപാസനം മാറുന്നതെന്നും എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന, എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ശിമയോൻ ദീർഘദർശി പ്രവചിച്ചതുപോലെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഈ അൾത്താരയിൽ അവതരിക്കുമാറ് ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ പറയപ്പെടുന്നതെന്ന് നാം ശ്രദ്ധിക്കണം. ഇന്ന് രാജൻ എന്ന മകനും അദ്ദേഹത്തിൻ്റെ വൈഫും മകളും 3 പേരാണുള്ളത്. 3 പേരും ഉടമ്പടിയെടുത്ത മക്കളാണ്. ഉടമ്പടിയെടുത്ത് അവരോരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുന്നു. തങ്ങൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനൊന്നും കടപ്പെട്ടവരല്ല, എന്നാൽ അതിനും അവർ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്
വിശുദ്ധ ഗ്രന്ഥ വായന, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം. 10 വർഷമായ തങ്ങളുടെ സ്ഥലം വിൽപ്പന നടക്കാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ ബ്ലസ് ചെയ്ത് വിടുന്നു. പിന്നീട് സ്ഥലത്തിന് ആദ്യത്തെ അഡ്വാൻസ് കിട്ടുമ്പോൾ തന്നെ 100 കെട്ട് കൃപാസന പത്രമാണ് ഈ മക്കൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം അപ്പോൾ എത്രയോ മക്കൾക്കാണ് ഇവർ ദൈവത്തെ കൈമാറുന്നത്. ഈ ദൈവത്തെ കൈമാറുന്നവരുടെ അടുത്തേക്കാണ് തീർച്ചയായും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും, ക്രിസ്തുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അതാണ് ഉടമ്പടിയുടെ ധർമ്മമായിട്ട് ഓരോ മക്കളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ തങ്ങളോട് എന്തെല്ലാമാണോ ഉടമ്പടിയിൽ തങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം ഏറ്റവും വിശ്വസ്തമായും സത്യസന്ധമായും ചെയ്യുന്നു. ഇന്ന് ഈ കുടുംബം സന്തോഷത്തോടെയാണ് ഇവിടെ വന്ന് നിൽക്കുക. രോഗസൗഖ്യം കിട്ടിയതിൻ്റെയും തങ്ങൾക്ക് വർഷങ്ങളായിട്ട് വിറ്റുപോകാത്ത തങ്ങളുടെ സ്ഥലം വിൽപ്പന നടന്നതിൻ്റെയും തനിക്ക് 40 വർഷത്തോളമായിട്ടുള്ള മദ്യപാനം, അതിൽ നിന്ന് മോചനം ലഭിച്ചതിൻ്റെയും ഇപ്പോൾ 2.5 വർഷമായി ഈ മകൻ മദ്യപിക്കുന്നില്ല. തനിക്ക് എന്തോ അളവില്ലാത്ത രീതിയിലുള്ള, എന്തെന്നില്ലാത്ത രീതിയിലുള്ള ഒരു സമാധാനമാണുള്ളതെന്നാണ് പറയുക. സമാധാനവും സന്തോഷവും. തനിക്കിതിനു മുൻപ് താൻ മദ്യപാനം നിർത്തുവാൻ നോക്കുമ്പോഴൊക്കെ തനിക്ക് ഒത്തിരിയേറെ പിരിമുറുക്കങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ല. ഇന്ന് താൻ മദ്യപാനം നിർത്തിയെന്ന് പോലും അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് പറയുക. 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദൈവത്തിൻ്റെ അനുകമ്പ നേടുവാനായിട്ട് നാം കേട്ട തിരുവചനം പോലെ അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. കർത്താവിന് അനുകമ്പ തോന്നുന്ന മക്കളായിട്ട് നാം ഇവിടെ ആയിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം ഒരു ബെത്സൈദ കുളമാണ്. ബെത്സൈദ കുളക്കരയിലെ രോഗി എങ്ങനെയാണോ രോഗശാന്തി നേടിയത്, ആരുമില്ലാഞ്ഞിട്ടും കർത്താവ് അവനെ കണ്ടു. നീ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്നവൻ പറയുമ്പോൾ അവൻ്റെ മേൽ അലിവ് തോന്നിയ കർത്താവ്, അവനെ തൊട്ട കർത്താവ് ഇന്ന് ഈ കൃപാസന കൂടാരത്തിൽ നമ്മോടൊപ്പമുണ്ട്, ഓരോ ഭവനത്തോടൊപ്പമുണ്ട്. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരുമാകണം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.